നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബട്ടർ ചിക്കനാണ്. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മാരിനേഷൻസ് ചേർക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് കേർഡ് ആഡ് ചെയ്യുവാണ്. കേർഡ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുവാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുവാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആഡ് ചെയ്യുന്ന ലെമൺ ജ്യൂസാണ്. ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയിട്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും. ആ ടൈമിൽ നമ്മൾ സവോളയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞ് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ബട്ടർ നമ്മൾ ആഡ് ചെയ്യുവാണ്. ചിക്കൻ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ആ ബട്ടറിലോട്ട് ചൂടായി വരുന്ന ബട്ടറിലോട്ട് നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബട്ടറിൽ കിടന്നങ്ങ് ഫ്രൈ ആയി വരുന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബിക്കോസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല വേവിച്ച ചിക്കനാണ് വേണ്ടത്. നെക്സ്റ്റ് നമ്മൾ അതേ പാനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും സവോളയും ഒക്കെ ഇട്ട് സോട്ട് ചെയ്യുക. അതിനകത്തോട്ട് 2 കാടമും പിന്നെ ഒരു സിനമൺ സ്റ്റിക്കും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സവോള നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ച് നല്ല വേവ് വരണം. നന്നായിട്ട് സോട്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പോകണം. ഇതിന് ഫസ്റ്റ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഈ പേസ്റ്റ് നമ്മൾ ഈ റെഡിയാക്കി വെച്ചാൽ നമ്മൾ പേസ്റ്റ് ആക്കാൻ പോകണം. അതിലൊരു കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ട് നമ്മൾ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ആ പാനിലോട്ട് വെച്ച് ചൂടാക്കി നമ്മുടെ റെഡിയായി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം കസ്തൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ബട്ടർ ചിക്കൻ ഈസ് റെഡി.